സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? നിന്റെ ദൈവം നിന്റെ കാര്യത്തിലെ നിലപാടുള്ളവനാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതാണല്ലോ ആ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് ഈശോയ്ക്കുണ്ട്. നിന്റെ സമയദോഷത്തിൽ, നിന്റെ കാലക്കേടിൽ, നിന്റെ സ്ഥലത്തിൻ്റെ വിപരീതാവസ്ഥയിൽ ജീസസ് ഹാസ് എ സ്റ്റാൻഡ്. എന്താണ് കർത്താവിൻ്റെ സ്റ്റാൻഡ്? എന്താണ്? അവർ പോകേണ്ട പ്രശ്നമില്ല. അതാണ് ഈശോ പറയണത് 14:16. അവർ പോകേണ്ടതില്ല. ആ നിൽക്കണ എവിടെയാണ് നിന്റെ സ്ഥലം മോശമായിരിക്കുന്നത്? എവിടെയാണ് നിന്റെ സമയം ദോഷമായിരിക്കുന്നത്? ആ ദോഷമായ സ്ഥലത്ത് വെച്ച്, ആ ദോഷമായ സമയത്ത് വെച്ച് കർത്താവ് ഇടപെടും. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കരകളും പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരകളും പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരകളും പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരകൾ പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഏത് വിഷം ദൈവശക്തി വേർപ്പെടുത്തേ. ഇന്നിവിടെ ഏത് വിഷം ദൈവശക്തി വേർപ്പെടുത്തേ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജീവിതങ്ങൾ കണ്ടെടുത്തേ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജീവിതങ്ങൾ കണ്ടെടുത്തേ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജീവിതങ്ങൾ കണ്ടെടുത്തേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതൊരു ബേസിക് നിലപാടാണ് യേശുവിൻ്റെ. എന്താണ്? 14:16 മത്തായി ശ്രീഹയുടെ സുവിശേഷം. കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഈ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഉണ്ടാകണം യേശുവിനെ കുറിച്ച്. കാര്യം യേശുവിനെ കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ പോലും. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അനുദിന ജീവിതം അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ യോഹന്നാൻ 17:3 ഏകസത്യ ദൈവമായി നിന്നെയും, ഏത് പറഞ്ഞു? ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ പോലും കർത്താവിനെ അറിയുന്നതാണെങ്കിൽ നമ്മുടെ അനുദിന ഭൗതിക വ്യവഹാര ജീവിതം എല്ലാം കർത്താവിനെ അറിയുന്നതാണ്. അതൊരു കീ വേർഡാണ്. ബൈബിളിൽ പല വേർഡുകളുണ്ട്. ഒക്കട്ട് വേർഡുണ്ട്, കീ വേർഡുണ്ട്, അനോയിന്റഡ് വേർഡുണ്ട്, ഇങ്ങനെ കുറേ മദർ വേർഡുണ്ട്. വചനം കുറേ അധികം. നമ്മുടെ വചനം തന്നെ പല തരമാണ്. മദർ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ഭക്തൻ്റെ ആത്മാവിൽ വചനം ഇങ്ങനെ എപ്പോഴും പ്രസവിച്ചുകൊണ്ടിരിക്കും. അതാണ് മദർ വേർഡ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എപ്പോഴും ആ വചനത്തിന് വേറെ വചനം വന്നുകൊണ്ടിരിക്കും. ആ വചനത്തിന് വേറെ മനസ്സ്, കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇതുപോലെ കീ വേർഡുണ്ട്, താക്കോൽ വചനം. എന്നുവെച്ചാൽ തുറന്നാൽ ഒരു താക്കോൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോളിൻ്റെ മെയിൻ താക്കോൽ കിട്ടിയാൽ ആ ഹോളെല്ലാം മുറിയും തുറക്കാൻ പറ്റുന്ന അതാണ് താക്കോൽ വചനം എന്ന് പറയുന്നത്. ഇതൊരു താക്കോൽ വചനമാണ്. എന്താണ്? അവർ പോകേണ്ടതില്ല. ഇതാണ് പ്രശ്നം. അത് നിലപാടാണിത്. 14-15 കീ വേർഡാണ്. അവർ പോകേണ്ടതില്ല. അപ്പം നിനക്ക് കടമുണ്ടാകാം, നിനക്ക് ക്യാൻസർ ഉണ്ടാകാം, നിനക്ക് ജപ്തിയാകാം. അപ്പോഴൊക്കെ നമുക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. കർത്താവിൻ്റെ ഇപ്പം നമുക്ക് വേദന കൂടുമ്പോഴേ കർത്താവിനെ അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം എപ്പോഴും മനുഷ്യൻ്റെ ഒരു ടെംപ്റ്റേഷനാണത്. ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കും. ഇത് എപ്പോഴും ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്ന് ചോദിച്ചാൽ സക്സസ് സംഭവമൊന്നുമല്ല. ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ഈ ട്വിസ്റ്റിങ്ങാണ്. ട്വിസ്റ്റിങ്. കർത്താവിൻ്റെ മുഖത്തൊന്ന് ഒന്ന് കണ്ണെടുത്തിട്ട് വേറെ ഒരു ലെവൽ അന്വേഷിക്കാൻ നോക്കും. ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ ലെവലാണ് പറയണത്. എന്താ പറയണത്? അവർ പോട്ടെ, അവർ പോയി ഗ്രാമങ്ങളിൽ പോയി ചന്ത സ്ഥലത്ത് പോയി കടയിൽ നിന്ന് പോയി അപ്പം വാങ്ങിക്കട്ടെ എന്നാണ് പറയണത്. അത് വളരെ സിമ്പിളാണ്. കർത്താവ് അങ്ങനെ 3 ദിവസത്തോളം വചനം കേട്ട ആൾക്കാരെ പറഞ്ഞു വിടാൻ തയ്യാറല്ല. അപ്പോൾ ഈശോ പറയും, അവർ 3 ദിവസമായില്ലേ എൻ്റെ കൂടെ ആയിരുന്നിട്ട് വചനം കേൾക്കുന്നത്. ഈ വചനം കേട്ട് കഴിഞ്ഞാൽ കർത്താവ് ഇങ്ങനെ മറ്റുള്ളവരെ മുമ്പ് കൈനീട്ടാൻ
കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് വായ്പ മേടിക്കാൻ പോലും അനുവദിക്കത്തില്ല. നമ്മൾ നിയമാവർത്തന പുസ്തകം 28:12 വായിക്കുമ്പോൾ, നിയമാവർത്തനം 28:12, അവിടുത്തെ കൽപ്പന പാലിച്ചാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ കൽപ്പനകൾ വചനങ്ങൾ പാലിച്ചാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല. നീ കടം കൊടുക്കുന്നവനാകും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. ഇപ്പം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നിയമാവർത്തനം 28:12 അതായത് അവിടുത്തെ വചനം കേൾക്കുന്നവർക്ക് വായ്പ വാങ്ങാൻ ഇടവരുത്തില്ല. വചനം കേൾക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ അച്ഛനോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ വചനം കേൾക്കുന്നതിനായി അന്ധകരണങ്ങളെ അങ്ങയുടെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മള് ചെയ്യണ ഈശോ ചെയ്യണ എല്ലാം അധികമായിരിക്കുമേ. അതാണ് വചന ഈ നിയമാവർത്തനം 28:12 പറയണത്. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ലെന്ന് തന്നെയല്ല, നീ പകർച്ച കൊടുക്കണവനാകും. കർത്താവ് എന്നോട് പത്തോസ് പറയുന്നില്ലേ, രാത്രി മുഴുവൻ പണിക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷെ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പോൾ വാക്ക് കേട്ടാണ് കർത്താവിൻ്റെ വാക്കാണ് അവൻ്റെ ആസ്തി എന്ന് പറയുന്നത്. പക്ഷേ 5:7 വായിക്കുമ്പോൾ എന്താ കാണുന്നത്? മറ്റു വള്ളക്കാർക്ക് പകർച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. നിനക്ക് അതാണ് നിയമാവർത്തനം. നീ പറഞ്ഞതനുസരിച്ചാണ് പത്തോസ് പറയണത്. നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പറഞ്ഞതനുസരിച്ചാണെങ്കിലും നിയമാവർത്തനം 28:12 എന്താ പറയണത്? നീ എൻ്റെ വചനം കേട്ടാൽ കടം വാങ്ങാൻ വരികയില്ലെന്ന് തന്നെയല്ല, നീ കടം കൊടുക്കുന്നവനാകും. അതാണ് ഇപ്പോൾ 5:7 പറയണത്. അതാണ് മത്തായി നമ്മുടെ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 5:7 അവര് കർത്താവിൻ നീ പറഞ്ഞനുസരിച്ച് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം കേട്ട് വലയിറക്കി കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? വള്ളം നിറഞ്ഞ് കവിഞ്ഞിട്ട് മറ്റു വള്ളക്കാരെ വിളിക്കുക. ഇതെന്റെയാണ് ഈ 14:20 സംഭവിക്കുന്നത്. മത്തായിയുടെ 14:20 സംഭവിക്കുന്നത് തന്നെയാണ്. എന്താണ്? അഞ്ചപ്പം വർദ്ധിപ്പിച്ച ശേഷം എന്ത് ചെയ്ത് ബാക്കി വന്ന കഷണങ്ങൾ 12 കൊട്ട നിറയെ ശേഖരിച്ച് 14:20 അവിടെയും വർധനവാ. അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ദൈവം വിശ്വാസിയെ അനുഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഓർത്തേക്കണം, ഇപ്പം നമുക്ക് ജോലി കിട്ടി, നമുക്ക് ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൂടെ എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് പറയണത്. അമ്മ സഹായം, ജോലി കിട്ടിയവർ, അഡ്മിഷൻ കിട്ടിയവർ, രോഗം സുഖപ്പെട്ടവർ. അപ്പം നമുക്ക് ദൈവം അനുഗ്രഹം തരുമ്പോൾ എന്തിനാണ് അനുഗ്രഹം തരുന്നത്? നമ്മൾ ഉടനെ അത് വാങ്ങിച്ചുകൊണ്ട് വീട് വെക്കും, കാറ് വാങ്ങിക്കും. അതനുസരിച്ച് ഇതൊന്നും അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പകർച്ച കൊടുക്കണം. ഇത് പകർച്ച കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കത്തില്ല. വിശ്വാസമുള്ളവരാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിക്കുന്ന അനുഗ്രഹം കർത്താവിനുള്ള കൃപയാണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പിന്നെ അത് തിരിച്ചു കൊടുക്കണം. ആർക്ക്? ആവശ്യമുള്ള എല്ലാ മറ്റു വള്ളക്കാരെ, ബന്ധുക്കളാകാം, സ്വന്തപ്പെട്ടവരെ നമുക്കറിയത്തില്ല.
പത്രോസ് കൈകാട്ട് വിളിച്ച് മറ്റു വള്ളക്കാരെ വിളിച്ചെന്ന് പറയണേ. അവർ ബന്ധുക്കളാണോ സ്വന്തപ്പെട്ടവരാണോ എന്ന് നമുക്കറിയത്തില്ല. ആവശ്യക്കാരൻ ആരാണ് കണ്ണിൽ കാണുന്നത്, അവനാണ് പകർച്ച കൊടുക്കേണ്ടത്. അപ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹം നിലനിൽക്കാനുള്ളൊരു മാർഗം കൂടിയാണത്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങനെയുള്ള വിശ്വാസത്താൽ അങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ കർത്താവേ എനിക്കും അങ്ങയുടെ അനുഗ്രഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് പ്രത്യേകമായ പങ്കുവെപ്പലിന്റെ അനുഗ്രഹം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ആവശ്യമില്ല കർത്താവേ അറിയുന്നു, അവിടുത്തെ ആവശ്യമില്ല കർത്താവേ അറിയുന്നു, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മളുടെ പ്രാർത്ഥനകള് ദൈവത്തിന്റെ ഫണ്ടമെന്റൽ നിലപാടുമായിട്ട് സിങ്ക് ചെയ്യണം. അതാണ്. അങ്ങനെയാണ് ഈ ബ്രീഡിംഗ് പെയർ തന്നെ. എങ്ങനെയാണ് ഇപ്പൊ ഒരു മുട്ട ഒരു കോഴിയുടെ പൊരുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മുട്ടയും അതുപോലെ വിരിയത്തില്ല, ചില ചീഞ്ഞു പോകും. ഇതുപോലെ ബ്രീഡിംഗ് പെയർ, വിരിയണ പ്രാർത്ഥന ഏതാണ്, വിരിയുന്ന പ്രാർത്ഥന ഏതാണ്, അത് ദൈവത്തിൻ്റെ ഫണ്ടമെന്റൽ നിലപാടുമായിട്ട് സിങ്ക് ചെയ്യണതാണ് അതിൻ്റെ പ്രൊവിഷൻ. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൽ ചെന്ന് ഒരു അപേക്ഷ വെച്ചാൽ ഉടനെ അവർ പറയും, അച്ഛാ ഇങ്ങനെ ഒരു സ്കീം ഇപ്പോൾ ഇല്ലെന്ന് പറയും. സ്കീമാണ്. ആ സ്കീമുണ്ട് എങ്കിൽ മാത്രമേ വില്ലേജ് ഓഫീസറിനായാലും തഹസിൽദാർക്കായാലും കളക്ടറിനായാലും ഗവൺമെൻറ് സ്കീം നിലവിലുണ്ട് എങ്കിൽ മാത്രമേ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബാഗ്, പുസ്തകം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിവൃത്തിയില്ലാത്തവർ വരെ അല്ലെങ്കിൽ വീട് ചോദിച്ചാൽ ഗവൺമെൻറ് അങ്ങനെ സ്കീം ഉണ്ടെങ്കിൽ മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്കും. ഒരു ബ്രീഡിംഗ് പ്രയർ, വിരിയുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ, ഇപ്പം കാനായിലെ കല്യാണം തന്നെ ആ പ്രാർത്ഥന വിരിയാൻ കാരണം എന്താ? അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. ഇപ്പോൾ 2:3 യോഹന്നാന്റെ സുവിശേഷത്തിൽ അമ്മയോട് പറയും, അമ്മ പറയും അവർക്ക് വീഞ്ഞില്ല, ഇല്ലായ്മക്കാരാണെന്ന് പറയുമ്പോൾ അതാണ് പ്രയർ, ഇല്ലായ്മക്കാരാണെന്ന് പറയും. അപ്പോൾ ഈശോടനെ ചോദിക്കുന്നത്, എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. കാര്യം സമയത്തിൻ്റെ പ്രശ്നം നിന്ന് ഗ്രഹപ്പുഴയല്ല, പിതാവിൻ്റെ മനസ്സിൽ ഈശോ അടയാളങ്ങളുടെ ദൈവരാജ്യം പ്രകോപനം ചെയ്യുന്ന ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, സമയത്തെ നമുക്ക് കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര സംഭവമാണ് യോജനം. സമയത്തെ നമുക്ക് അതിനെ അതിലംഘിക്കാൻ പറ്റും. വാട്ട് ഡു, അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറയും. അത് പരിശുദ്ധാത്മാവിൻ്റെ വല്ലാത്ത ഒരു വെളിപാടാണ്. അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടണത് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഇപ്പോൾ നേരവും വൈകി, ഇതൊരു വിജന പ്രദേശമാണ്, ഈ സ്ഥലം മോശമാണ്, നേരവും വൈകിയെന്ന് സമയവും ദോഷമാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഇല്ലായ്മക്കാരെ ആകെ തീരാൻ കാരണം സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ദോഷമാണ്. അപ്പം അമ്മയോട് പറയുമ്പോൾ സമയത്തിൻ്റെ പ്രാതികൂല്യം ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അമ്മ ബോധജ്ഞാന പ്രഭാചകമാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഇപ്പോൾ അമ്മയെ കണ്ടപ്പോൾ മലാഖ പറഞ്ഞത് ലൂക്ക 1:28 എന്താ പറഞ്ഞത്? ഹേയ് മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. അപ്പോൾ കൃപ നിറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു തിട്ടമുണ്ടാകും. എല്ലാ വിഷയം എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് അമ്മ പറഞ്ഞത് അമ്മ അറിയാണ്ട് പറഞ്ഞാണ് തോന്നുന്നുണ്ടോ? ഇല്ല. ആ ഒരു വാക്ക് പറയുന്നതിലൂടെ ഇപ്പം ലൂക്ക 1:34 ഇതാ കർത്താവിൻ്റെ ദാസി,
അങ്ങനെ വചനം പോലെ എന്നെ നിറവേറട്ടെ എന്ന വാക്ക് പറയുന്നതിലൂടെ അമ്മ എല്ലാം അറിഞ്ഞിട്ടാണ് പറയണത്. എങ്ങനെ അറിഞ്ഞു? പരിശുദ്ധാത്മാവിലാണ് അമ്മ ഇത് അറിയണത്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ലൂക്ക 1:2:32 എത്തുമ്പോൾ ശമയൻ അമ്മയോട് പറയുന്നുണ്ട്. ലൂക്ക 2:32 ശമയൻ എന്നാ പറയണത് അമ്മയോട്? നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. ശമയൻ അമ്മയോട് പറയണതാണ്. ഇത് അമ്മയോട് ആദ്യമേ മാലാഖ പറഞ്ഞ കാര്യമാണ്. ഇത് ആദ്യം മാലാഖ പറഞ്ഞ കാര്യമാണ്. അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. കാര്യം ശമയനും അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമല്ല ശമയൻ പറയണത്. ശമയന് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അമ്മ ഫുൾ ഓഫ് ഗ്രേസാണ്, കൃപ നിറഞ്ഞവളാണ്. ഈ കൃപ നിറഞ്ഞ് അവർ നിൽക്കുന്ന ആളുടെ പകുതി കൃപയുള്ള ശമയൻ എന്നാ സംസാരിക്കാനാ? പിന്നെ ശമയൻ പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. അപ്പൊ അമ്മ പറയാം, അപ്പ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു പറയും. അപ്പ എന്നാ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 സ്നേഹമേ ആരാധന, 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 സ്നേഹമേ ആരാധന. അപ്പ എന്നാ പറഞ്ഞിരിക്കണം നോക്കിയേ. വിശുദ്ധ ലൂക്ക 1:32 മംഗളവാർ സമയത്ത് പറഞ്ഞു, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അതാണ് അപ്പ പറഞ്ഞത്. ദാവീദിന്റെ സിംഹാസനം കൊടുക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവുള്ളവർക്ക് മനസ്സിലാവും വിഷയം വേറെയാണെന്ന്. കാര്യം ദാവീദിന്റെ സിംഹാസനം ഗോലിയാത്തിന്റെ കഴുത്തറുത്തിട്ടാണ് ആ ചോരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വാള് അങ്ങനെ വന്നതാ. ദാവീദിന്റെ സിംഹാസനം അങ്ങനെ വന്നതാണ്. അല്ലെ വേറെ ദാവീദിന്റെ സിംഹാസനം മുകളിൽ നിന്ന് ഡ്രാമക്കാരിറക്കണ പോലെ മുകളിൽ നിന്ന് നൂലക്കെട്ടി ഇറങ്ങിയല്ല. അത് ഗോലിയാത്തിന്റെ കഴുത്തറുത്തിട്ട് ഇസ്രായേലിന്റെ ജനതയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ കൊടുത്തതാ. ദാവീദിന്റെ വാളിൽ നിന്നാണ് സിംഹാസനം ഉണ്ടാകുന്നത്. അപ്പോൾ വാള് ഉറപ്പ്. അതായത് ദൈവത്തിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്. ദാവീദിനെ കളിയാക്കി ആക്ഷേപിച്ചു കഴിഞ്ഞപ്പോഴേ, നീ എന്താ ഒരു പട്ടിയെ തല്ലാൻ പറഞ്ഞ പോലെയാണോ എൻ്റെ നേരെ വരണമെന്ന് ചോദിച്ചു ഗോലിയാത്ത്. എന്നിട്ട് അവൻ പൊട്ടൻ പൂകണ്ട പോലെ ചിരിച്ചു, അവൻ ആക്ഷേപിച്ചു. ദാവീദ് ഒറ്റപ്പെട്ടു പോയി. കാര്യം അപ്പവും കൊണ്ടുവന്ന് ദാവീദാണ് ചേട്ടന്മാർക്ക് വേണ്ടി. ചേട്ടന്മാരെ പോടാ, വീട്ടിൽ പോടാന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിച്ചു. സ്വന്തപ്പെട്ടവരിൽ നിന്നുള്ള വേദന അനുഭവിച്ചാണ് അവനവിടെ നിൽക്കുന്നത്. ശത്രുപക്ഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ദാവീദ് നിൽക്കുന്നത്. രാജാവിന് പോലും അവന് വിശ്വാസമില്ല, അവനാരുമില്ല. അപ്പം അവൻ ഗോലിയാത്ത് ചോദിക്കും, നീ എൻ്റെ കൂടെ എൻ്റെ നേരെ വരുന്നത് പട്ടിയെ തല്ലാൻ പോണ പോലെയാണോ എന്ന് ചോദിക്കും. ഒരു വടിയും കൊണ്ടുവരികയാണ്. അപ്പോൾ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മുമ്പും നോക്കിയിട്ടല്ല വരുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിട്ടാണ് വരണത്. ഇത് വല്ലാത്ത വാക്കാണ്. കർത്താവും ദാവീദും മാത്രം, കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ദാവീദിന്റെ സിംഹാസനം രൂപപ്പെട്ടതെങ്കിൽ അമ്മയോട് പറയുന്നത് അതാണ്, മേരി, ബന്ധുക്കളിൽ നിന്ന്, സ്വന്തപ്പെട്ടവരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ശത്രുപക്ഷത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ടു പോകും. അതാണ് നിന്റെ വാളെന്ന് പറഞ്ഞു തരികയും അതാണ് ഗോലിയാത്ത്. ആ വാള് കൊണ്ടാണ് ഗോലിയാത്തിനെ കൊന്നതെങ്കിൽ യേശുക്രിസ്തുവിനെതിരെയുള്ള എല്ലാ തിന്മകളുടെ സ്വത്തുകളെയും യേശുക്രിസ്തു ലോകത്തിൽ കൊടുക്കാൻ വേണ്ടി ആ വാള് നിന്റെ ഹൃദയം ഭേദിക്കേണ്ടി വരും. അതാണ് ശമയൻ കൊടുക്കുന്ന ഒരു വെളിപാട്. ഇപ്പോൾ പത്രോസ് ഇടയ്ക്ക് പറയാമായിരുന്നേ, പത്രോസ് പറയണത് ഞാനിതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യണമെന്ന്. അങ്ങനൊരു വചനമുണ്ട്. അതായത് 1 പത്രോസിലാണ്, ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യണമെന്ന്. ഭജനം എപ്പോഴും നമ്മൾ ചെയ്യണത് ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, 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 അങ്ങയുടെ വചനത്താൽ മനസ്സ്, അങ്ങയുടെ മനസ്സ് പോലെ ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണം. കൃപ
കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിലേറി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിലേറി വളർന്നിടുവാൻ നിങ്ങളെ ഇതുവരയ്ക്കണമേ നെഞ്ചിലുണർന്നിടുവാൻ നിങ്ങളെ ഇതുവരയ്ക്കണമേ നെഞ്ചിലുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടുവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടുവേ പരിശുദ്ധ പരമജീവകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്, നമ്മളുടെ പ്രാർത്ഥന റിജക്ട് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ സമയം പ്രതികൂലമായി വരാം, ചിലപ്പോൾ സ്ഥലമൊക്കെ പ്രതികൂലമായി വരാം. അപ്പം നമ്മൾക്ക് സ്ഥലം മാറ്റത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ അപേക്ഷിക്കും, ആഗ്രഹിക്കും. ചില സമയത്ത് സമയത്തിന് മുമ്പ് അപ്പോസ്തലന്മാരുടെ രീതി അനുസരിച്ചുകൊണ്ട് അവരവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇതൊന്നുമേ പരിഹാരമല്ല. അതെല്ലാം പരിഹാരമാണ്. അതായത് എന്ത് വിഷയമായാലും. ഞാനൊരിക്കലും പണ്ട് ഞാൻ കുറേ ഇടവകയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. കൊച്ചനായിട്ട് 3 ഇടവക ഇരുന്ന്, വികാരിയായിട്ട് 2 ഇടവക ഇരുന്ന്, ഫൊറോണ വികാരിയായിട്ട് 1 ഇടവക ഇരുന്ന്, ഇങ്ങനെ കുറേ ഇടവക ഇരുന്നത്. ഒരു ട്രാൻസ്ഫർ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സാധനമായിരുന്നു. കാര്യം എൻ്റെ സ്വന്തം നാട്ടിലോട്ട്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തത്, ഞാൻ തുമ്പളിപ്പള്ളി ഇരിക്കുമ്പോൾ പള്ളിയുടെ പുറകെ പോയിരുന്നുകൊണ്ട് ഒരു ദിവസം 13 ജപമാല ചെല്ലും. 13 ജപമാല 45 ദിവസം ചൊല്ലി. അപ്പോൾ പുട്ടിന് അപേക്ഷിച്ചെന്നും പറഞ്ഞ് ട്രാൻസ്ഫർ തൽക്കാലം മരവിപ്പിച്ചെന്ന് പറഞ്ഞ് പിതാവിൻ്റെ കത്ത് തന്നു. അപ്പോൾ എനിക്ക് കുറേ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് എനിക്കത് മാനസികമായിട്ട്, ഞാൻ പിതാവിനോട് പറഞ്ഞില്ല, ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ പിന്നെ ട്രാൻസ്ഫർ പുട്ടിന് അഭ്യർത്ഥിച്ചാൽ മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 2 മാസം കഴിഞ്ഞ് പിന്നെ പോകേണ്ടി വരും. ആ 2 മാസം കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ സ്ഥലം മാറ്റി തന്നില്ലേ അമ്മ, മറിച്ച് ഞാൻ പോകുന്ന സ്ഥലത്ത് ആ 2 മാസത്തിനുള്ളിൽ റോഡ് ഇടിച്ച് തന്നു. അവിടെ റോഡില്ല, പള്ളിത്തോട്ട് തന്ന റോഡില്ല, റോഡ് ഇടിച്ച് തന്നു. പിന്നെ ബാക്കിയുള്ള സൗകര്യങ്ങൾ വികാരിച്ചതിനെ മാറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അമ്മ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് പുക തന്നെ വേണമെന്ന് പറഞ്ഞു. അമ്മ മാറ്റിയൊന്നുമല്ല, അമ്മ എൻ്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു. ഞാൻ ഏറ്റവും കൂടെ പേടിച്ചും വിഷമിച്ചിരുന്നൊരു വിഷയം, ആ 45 ദിവസത്തെ ജപമാല കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ്, അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പറയുന്ന പോലെ സ്ഥലമല്ല പ്രശ്നം, സമയവുമല്ല പ്രശ്നം, നമ്മുടെ മനസ്സാണ് പ്രശ്നം. സ്ഥലമല്ല പ്രശ്നം, സമയവുമല്ല പ്രശ്നം, നമ്മുടെ മനസ്സാണ് പ്രശ്നം. ഈ മനസ്സ് തുടരണമെങ്കിൽ അഭിഷേകം വേണം. ഞാൻ ഇവിടുന്ന് പോണത് അത്യാവേശത്തോടെയാണ് പള്ളിത്തോട്ട് പോണത്. അതുപോലെ തന്നെ അമ്മ എൻ്റെ കൂടെ നിന്നു. ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? അതായത് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളിലെ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിനും ഞാൻ എന്ത് പറഞ്ഞാലും കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ വരാത്ത ഒരു കാര്യവും വിശുദ്ധന്മാരുടെ കഥകൾ പോലും ഞാൻ പറയത്തില്ല. എനിക്ക് അതിനൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. വിശുദ്ധന്മാരുടെ പകുതിയോളം കഥകളൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ എല്ലാം ഈ അവിടെ ഞാൻ കൊഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൂടെ ജീവിതത്തിൽ എഴുതുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പിടിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്നും പറയത്തില്ല. എനിക്ക് വളരെ ടൈറ്റായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞെടുക്കൂ. ബാക്കിയെല്ലാം പറയണത് എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേട്ട്, കൈകൊണ്ട് സ്പർശിച്ച കർത്താവിൻ്റെ അനുഭവങ്ങളുണ്ട്. അത് എല്ലാം എന്ത് പറഞ്ഞാലും അതിന് ആ ബാക്കിങ്സ് ഉണ്ട്. ഞാൻ പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ പറയാത്തത്. ഇപ്പോൾ തന്നെ ഈ വിഷയം, ഈ ട്രാൻസ്ഫർ വിഷയം പറയണമെങ്കിൽ 1.5 മണിക്കൂർ എനിക്ക് പറയാൻ പറ്റും. പറയാത്തൊരു കാര്യം നമുക്ക് സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഒരു കാലം, ഇപ്പം നിൻ്റെ വീട്ടിലൊരു എല്ലാം മോശമായിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് വിചാരിച്ചോ. നിൻ്റെ മക്കളുടെ സ്വഭാവം മാറുന്നു, നിൻ്റെ മരുമകളുടെ സ്വഭാവം മാറുന്നു. ഇന്നലെ ഒരു അമ്മച്ചനെ വിളിച്ച് സങ്കടത്തോടെ കുറേ കാര്യം പറഞ്ഞു. ഒരു കാര്യമില്ല, നല്ലൊരു കുടുംബമായിരുന്നേ. പിള്ളേരൊക്കെ കല്യാണം കഴിച്ച് പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ കൂറുമാറി. അപ്പോൾ ഇപ്പം നമുക്ക് സംശയം നമ്മുടെ വീട് തന്നെ ആയിട്ടെന്ന്. വീടിൻ്റെ കാലാവസ്ഥയും മാറി, കളറും മാറി. കാലാവസ്ഥ അപ്പോൾ അത് അനുഭവിക്കുന്നവരാണ്, ചങ്കപ്പൊടികളാക്കണം മാതാപിതാക്കന്മാർക്കാണ്. അപ്പോൾ നമ്മളൊക്കെ മക്കളെ മാറ്റി താമസിപ്പിച്ചാൽ സമാധാനമാകുമെന്ന് ചോദിച്ചാൽ തൽക്കാലത്തേക്കുള്ള അപ്പോസ്തലന്മാർ പറയുന്നില്ല. അവർ പോയി വാങ്ങിക്കട്ടെ. മൂത്ത മരുമകളും കെട്ടി വന്ന്, മൂത്ത മകനും കെട്ടി വന്ന്, ഇളയ മകനും കെട്ടി വന്നു. 2 പേർക്കും 2 മരുമക്കൾ വന്ന് ഭാര്യമാർ പുറത്തുനിന്ന് വന്നു.
അപ്പം ഇവർ തമ്മിലുള്ള ഗുസ്തി നമ്മളെ ബാധിക്കുന്നുണ്ട്. അടുക്കള പോരെന്ന് പറഞ്ഞാൽ ഭയങ്കര പോരാ. അപ്പം ഇങ്ങനെ വന്ന് ഇവർക്കാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വിവരമില്ലാത്ത പോലെ ഈ നമ്മൾ വിചാരിക്കാത്ത നമ്മുടെ കുടുംബത്തിൻ്റെ ആ സെറ്റപ്പ് തന്നെ മാറി അവർ പൊളിച്ചടുക്കി കിടങ്ങട്ടെ. അപ്പോൾ നമ്മൾക്ക് പ്രഷർ കൂടി, പരവേശം കൂടി, ചത്താൽ മതി എന്നായി. പക്ഷെ എന്ത് ചെയ്യും? അപ്പം നമ്മളോർക്കും മക്കളെ ഓരോരുത്തരെ അവർ മാറി താമസിക്കട്ടെ. ഇളയ മകനും അവളുടെ ആ മെഡിക്കൽ മരുമകളും നമ്മളോട് ഒക്കളില്ല പല കാര്യങ്ങൾക്കും. അപ്പോൾ അവൾ മാറട്ടെ. അപ്പം നമ്മൾ ഒറ്റക്കാകാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ അപ്പം കർത്താവ് പറയും അവർ പോകണമെന്നില്ലെന്ന് പറയും. അതാണ് വിഷയം. അപ്പോസ്തലന്മാർ പറയുന്നത് എന്താണ്? അവർ പോട്ടെ, ഗ്രാമങ്ങളിൽ പോട്ടെ, പോയി വാങ്ങിക്കട്ടെ. ഇപ്പം നമ്മൾ പറയുന്നത് എന്തിനാണ്? മൂത്ത മകൻ മാറി താമസിക്കട്ടെ, ഇളയ മകനും മാറി താമസിക്കട്ടെ. പക്ഷെ കർത്താവിൻ്റെ നിലപാടെന്താണ്? കർത്താവ് പറയുന്നത് അവർ പോകണമെന്നില്ല, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുവിൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് വിഷയം മാറ്റാൻ പറയുകയാണ് കർത്താവ്. അവർ പോയി കഴിഞ്ഞാൽ വാടക, ഗ്യാസ്, ഇപ്പം ഗ്യാസ് കുറ്റി കിട്ടാനില്ല. അടുത്ത മാസം ഗ്യാസ് കുറ്റി ഇല്ല. കേൾക്കുമ്പോൾ നിസ്സാരമാണ്. കിട്ടിയവർ കിട്ടി. ഇനി പുതിയൊരു വാടക വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം മാറുകയും കുറച്ച് നേരത്തെ ആകാൻ കുറച്ച് സമയം എടുക്കും. എല്ലാം നല്ലതിനു വേണ്ടിയാണ് മാറണത്. പക്ഷെ ഇങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അവശത പിടിച്ച ഒരു സമൂഹമില്ലേ, അവരാണ് അനുഭവിക്കുന്നത്. മാറ്റങ്ങളെല്ലാം വരുന്നത് ഒരു ക്രിമി ലെയറിന് വേണ്ടിയാണ് ഗുണം ചെയ്യണത്. കാര്യം ഈ ക്രിമി ലെയറാണ് രാജ്യം ഭരിക്കുന്നത്. ആ സംസ്ഥാനമായാലും ഡൽഹി ആയാലും എപ്പോഴും മന്ത്രിമാർക്ക് ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? IAS-കാരായിരിക്കും, അല്ലെങ്കിൽ തന്ത്രജ്ഞന്മാരായിരിക്കും. അവരാരാണ്? പാവപ്പെട്ടവരല്ല, അവർ ക്രിമി ലെയറാണ്, ഉന്നതന്മാരായി. അപ്പോൾ ഉന്നതന്മാർ വിഭാവന ചെയ്യുന്ന ലോകത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുമ്പോൾ അനുഭവിക്കുന്നവരാണ് മുടന്തൻ. ഈ വണ്ടി കൃത്യസമയത്ത് എത്ര എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിടുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറയുന്നത് കണ്ടക്ടർ ബെല്ലടിക്കുന്നു, ഡ്രൈവർ ഓടിക്കുന്നു. പക്ഷെ ആ മുടന്തി പുറകെ വന്ന ആളില്ലേ, അവൻ്റെ കാര്യം തീർന്നു. ചിലപ്പോൾ അത് ലാസ്റ്റ് വണ്ടിയാകും. അപ്പോൾ ഈ അവസാനം മുടന്തി വരുന്നവനൊക്കെ വഴി കിടക്കും. രാജ്യവികസനത്തിനൊരു പ്രശ്നം അതാണ്. രാജ്യം വികസിച്ചു വരും. ആ വികസനം ആരുടെ വികസനമായിരിക്കും? ഈ രാജ്യത്ത് അവശതയുള്ളവൻ്റെ വികസനമല്ല, അവൻ വഴിയിലാകുകയാണ്. ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും, ഓരോ പദ്ധതി കഴിയുമ്പോഴും അവശതയുള്ളവൻ വഴിയിലാകുന്ന കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. വികസനത്തിന് കുഴപ്പമൊന്നുമില്ല. 20% പേരാണ് വികസിച്ച് വരുന്നത്. ആ വികസിച്ച് വരുന്നവരുടെ എണ്ണം കുറഞ്ഞത് അതായത് വികസിച്ച് വരുന്നവർക്ക് പിന്നെയും കിട്ടുകയും അവർ കോടികൾ കിട്ടുകയും അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയും അതേസമയം തന്നെ വൃത്തികേട് അശരണൻ്റെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ അത് ഒരു പാപ്പരത്വമുള്ളൊരു ഭവനമാണ്. ഈശോ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ തെണ്ടാൻ വിടരുത് എന്നാണ് പറയണത്. അങ്ങനെയുള്ളവരെ തെണ്ടാൻ വിടരുത്, അവർ പോകണമെന്നില്ല. ഭയങ്കര വചനമാണത്. അവർ പോകണമെന്നില്ല എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ നിലപാടാണ്. 14 രണ്ട് കാര്യം ഈശോ പറയും, അവർ പോകണമെന്നില്ല. പിന്നെ എന്താണ്? ആരും പോകണ്ടെന്ന ഉള്ള ആശയമാണ്. ഇരുട്ടാകുമ്പോൾ ആരും പോകണമെന്നില്ല, ആരും പോകരുത്, അവിടെ നിൽക്ക്. അപ്പോഴേ മൂത്തമകനും പോകണ്ട, ഇളയ മകനും പോകണ്ട, നിങ്ങളവിടെ നിൽക്ക്. തമ്മിൽ കുറച്ച് നേരം ഈ അപ്പം വിളമ്പി കിട്ടണ വരെ ഉണ്ടാകുന്ന വിശപ്പുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ മുട്ട നിൽക്കണം, കുടുംബത്തിൽ കൈ പിടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വേറെ ഒന്നിലും കർത്താവിൻ്റെ നിലപാടുകളല്ലാതെ വേറെ ഒരു നിലപാടെടുക്കരുത്. എന്നിട്ട് അതാണ് കർത്താവിൻ്റെ നിലപാട്. ഈ നിലപാടിന് അതാണ് ഫണ്ടമെന്റൽ നിലപാട്. അവർ പോകണമെന്നില്ല. പിന്നത്തെ എന്താണ്? നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയും. അതാണ് കാനായി സംഭവിക്കുന്നത്. കാനായാലും ഈ ഫണ്ടമെന്റൽ നിലപാട് അവർ പോകണമെന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഇസ്രായേൽക്കാർ വായ്പ വാങ്ങിക്കുന്നതിൻ്റെ മെയിൻ പാർട്ടിക്കാരാ. ഈ ലോണിൻ്റെ പരിപാടി സ്കീമൊക്കെ തുടങ്ങി അവർ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ വായ്പ വാങ്ങിച്ചാണ് അവർ ഇസ്രായേലിൽ എത്തിയത്. ഈജിപ്തിലെ പെണ്ണുങ്ങളുടെ എല്ലാത്തിൻ്റെയും കടുത്ത കിടന്ന സ്വർണം ചെടുത്തിമാർ മേടിച്ച് കള്ളത്തരം പറഞ്ഞ് മേടിച്ചതാണ്. വായ്പ മേടിച്ച് ഇരവ് മേടിച്ചതാണ്. ഇരവ് കിട്ടി പെണ്ണെല്ലാം കഴിയുമ്പോൾ ടക്കെന്ന് ഇവർ അവിടെ നിന്ന് വണ്ടി വിട്ടെല്ലാം കൂടി രാത്രി. അതാണ് അപ്പോൾ വായ്പ മേടിക്കുന്ന രക്തത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കഥയിൽ വായ്പ മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇപ്പം 11:5 ലുക്കാൻ്റെ സുവിശേഷം 11:5 ഒരു സ്നേഹിതൻ ഒരുത്തൻ്റെ വീട്ടിൽ രാത്രി വിരുന്ന് വരും. അപ്പോഴേ ആ സ്നേഹിതന് കൊടുക്കാൻ ഇവൻ്റെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം അടുത്ത വീട്ടിൽ പോയി വെച്ചും കൊതകെ കൊട്ടും രാത്രി 11 മണിക്ക്. സ്നേഹിത എന്ന് പറയുമ്പോൾ അയാൾ പറയും, എന്താ പരിപാടി എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും കിടപ്പാണ്. എന്നിപ്പോൾ ഇതിൽ കാര്യമില്ല, ഞാൻ പോകത്തില്ല. എന്താണ് ഒരു സ്നേഹിത യാത്രാ മധ്യേ എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നു. അവന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല.
പേർക്ക് 3 അപ്പം വായ്പ തരണം എന്ന് പറയും. അപ്പോൾ ഈശോ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവൻ തൻ്റെ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവർ കൊടുക്കത്തില്ലെങ്കിൽ നിർബന്ധ നിമിത്തം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിലേക്ക് കർത്താവ് ലിങ്ക് ചെയ്യും. അപ്പോൾ വായ്പ നിർബന്ധ നിമിത്തം കൊടുക്കും. ശരിക്കും പറഞ്ഞ കാനായിലെ കല്യാണ വീട്ടിലും അപ്പം വായ്പ വാങ്ങിച്ചാൽ നീ വായ്പ മേടിക്കാൻ പറഞ്ഞേ, അതാ പ്രശ്നം. അപ്പം വായ്പ വാങ്ങിച്ച കഥ പറഞ്ഞ കർത്താവ് പറയാം അവരോട് വായ്പ മേടിക്കാൻ പറയാം, അടുത്ത വീട്ടിൽ പോയി മേടിക്കാൻ പറയാൻ പറയാം. അവിടെയാണ് മുഴുവൻ വീഞ്ഞ. ആ കാനായിലെ കല്യാണത്തിന് ഞാൻ പോകുന്നതാണ് അവിടെയൊക്കെ. ഇപ്പോഴും അതിൻ്റെ അവസ്ഥ. എല്ലാ വീടുകളിലും 10-50 ഏക്കർ മുന്തിരിത്തോട്ടുണ്ട്. അപ്പം അമ്മ പറയുമ്പോൾ കർത്താവിന് ഈസിയായിട്ട് പറയാൻ പറ്റും. എന്താണ് അവർ എന്തെങ്കിലും തരാൻ പോയി, എൻ്റെ സമയം ആയിട്ടില്ല, അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയാൻ. പക്ഷെ കർത്താവിൻ്റെ ഫണ്ടമെൻ്റൽ നിലപാട് എന്താണ്? അവർ പോകണമെന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ സ്കീം എന്ന് പറഞ്ഞത്. അവർ പോകണമെന്നില്ല എന്നുള്ളതാണ്. അതായത് കർത്താവ് നിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴേ നീ കൈ നീട്ടാൻ മറ്റൊരു വീട്ടിൽ പോകണമെന്നില്ല. കൈയടിച്ച് ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ശുദ്ധപരമധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ഫണ്ടമെന്റൽ നിലപാട്, അടിസ്ഥാന നിലപാടുമായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കും. അതാണ് ബ്രീഡിംഗ് പ്രെയർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രാർത്ഥന, ഇപ്പൊ അമ്മയുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഈശോ കേട്ടത്? ഈശോയുടെ ഫണ്ടമെന്റൽ നിലപാടാണ്. എന്താണ്? അവർ പോകണമെന്നില്ല, അവർ വായ്പ വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല. ഈശോ ആ വീട്ടിൽ നിൽക്കുന്നവരും കാലം ആ വീട്ടിൽ ഇല്ലായ്മ വന്നാൽ അവരടുത്ത വീട്ടിൽ പോയി കൈ നീട്ടിയാൽ പിന്നെ കർത്താവിൻ്റെ ആവശ്യം എന്ത്? അപ്പൊ കർത്താവിന്റെ അസ്തിത്വത്തെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യണ ഒരു പരിപാടിക്ക് അമ്മ നിൽക്കത്തില്ല. കർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോഴേ ആ വീട്ടിലൊരു ഇല്ലായ്മ വന്നാൽ, ഒരു രോഗം വന്നാൽ, അതിന് സാമ്പത്തിക തകർച്ച വന്നാൽ, ഒരു ജപ്തി നടപടി വന്നാൽ അവരെ വീട് എന്തിനാ കർത്താവിടെ നിൽക്കുമ്പോൾ വേറെ സ്ഥലത്ത് പോയി കൈനീട്ടാൻ പറ്റുമോ? അതാണ് ഈശോ പറഞ്ഞത്. അവർ പോകണമെന്നില്ല എന്ന് പറയും. കർത്താവിടെ നിൽക്കുന്നതോളം കാലം കർത്താവ് തന്നെയാണ് സമാധാനം കണ്ടെത്തേണ്ടത്. അതോ കർത്താവിലൂടെ നിൽക്കുന്നവരും കാലം നമ്മൾ വേറെ സ്ഥലത്ത് കൈ നീട്ടിയാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കർത്താവിനെ അപമാനിക്കുന്നതാണ്. അപ്പോൾ കർത്താവ് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണ് അച്ഛൻ പറയുന്നത്. അതായത് ഇനി അമ്മമാരാന്റെ പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം ദൈവത്തിന്റെ ഫണ്ടമെന്റൽ പോളിസി അവർ പോകണമെന്നില്ല, ആരുടെ മുമ്പ് കൈ നീട്ടണമെന്നില്ല എന്നുള്ളതാണ്. പിന്നെന്താണ്? നിങ്ങൾ തന്നെ കൊടുക്കുവിൻ. അപ്പോൾ ആരാണ് അവിടെ കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്? അവർ കൊടുക്കേണ്ടി വരും. ഒരു വീട്ടിൽ ചിലപ്പോൾ 5 പേരും പ്രാർത്ഥിക്കണം നിർബന്ധമില്ല, 6ാമത്തെ അമ്മയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവരാണ് സമാനം കണ്ടെത്തേണ്ടത്. ഒരു വീട്ടിൽ 6 പേരുണ്ടാകും, 5 പേരും പ്രാർത്ഥിക്കണം, ഒരു നിർബന്ധമില്ല. അവർക്ക് പ്രാർത്ഥന അനുഭവമില്ല, പ്രാർത്ഥന അറിയത്തില്ല. അവിടെ പ്രാർത്ഥന അറിയാവുന്ന അമ്മ മാത്രമാണെങ്കിൽ, അപ്പൻ മാത്രമാണെങ്കിൽ അപ്പനാണ് അവർ പോകണ്ടായ അവർക്ക് വേണ്ടി മുട്ടുകുത്തേണ്ടതും കർത്താവിന്റെ സാന്നിധ്യം സബലമാക്കി കൊടുക്കേണ്ടതും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, അവന്റെ കൃപ തിരുനദിയേ, അനുഗ്രഹത്തിൻ അതിതുടിയേ, അവന്റെ കൃപ തിരുനദിയേ, അനുഗ്രഹത്തിൻ പലകുടിയേ, അറിയരുതിൻ ഉപനദിയേ, അനുഗ്രഹത്തിൻ പലകുടിയേ, അറിയരുതിൻ ഉപനദിയേ. ശുദ്ധപരമതിയുടെ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. അപ്പൊ അമ്മയുടെ പ്രേയർ കർത്താവിന്റെ ഫണ്ടമെന്റൽ നിലപാടുമായിട്ട് സിങ്ക് ചെയ്യുന്നതാണ്. അവർ പോകണമെന്നില്ല എന്നുള്ള അടിസ്ഥാന നിലപാടുമായിട്ട് യോജിച്ച് പോകുന്നതുകൊണ്ടാണ് ആ പ്രേയർ അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കുന്നത്. പ്രേയറിൻ്റെ ഒരു പ്രശ്നം, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് ആദ്യമേ തന്നെ പ്രേയർ റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ബൈബിൾ പറയുന്നത്. അതെന്താ നമ്മൾ അറിയണം. ആദ്യമേ അവയുടെയും ആദത്തിൻ്റെയും കാലം കഴിയുമ്പോൾ പിന്നെ വരുന്നത് കയൻ്റെയും ആബേലിൻ്റെയും കാലമാണ്. പിന്നെ നമ്മൾ ബൈബിൾ പറയുന്നത് റിജക്ഷൻ ഓഫ് പ്രേയറാണ് പറയുന്നത്. സബ്ജക്റ്റ് നിസ്സാരമല്ല, വലിയ കാര്യമാണത്. ബൈബിൾ അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ, അതായത് ആദ്യം മനുഷ്യന്റെ പതനം, രണ്ടാമത് അവതരിപ്പിക്കുന്നത് എന്താണ്? റിജക്ഷൻ ഓഫ് പ്രേയർ. നമ്മൾ കായൻ്റെ ആബേലിനെ കൊന്ന കാര്യമൊക്കെയാണ് പറയണത്. പക്ഷേ ആ കൊലയുടെ നെറ്റിഫിറ്റ് എന്താണ്? ദൈവ ചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ നെറ്റിഫിറ്റ് എന്താണ്? റിജക്ഷൻ ഓഫ് പ്രേയർ ആണ്. ആദ്യം ബൈബിൾ അവതരിപ്പിക്കുന്ന ആദ്യം മനുഷ്യന്റെ പതനം, സെക്കൻഡ് തീം എന്താണ്? റിജക്ഷൻ ഓഫ് പ്രേയർ. കായന്റെ ബലി ദൈവം റിജക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം ഒരു ചോദ്യം ചോദിക്കും. ദൈവം ചോദിക്കണത് എന്താ? ഉചിതമായി ചെയ്താൽ
ഇപ്പം 2:7 ഉൽപ്പത്തി പുസ്തകത്തിലല്ലേ ഉചിതമായി ചെയ്താൽ നിന്റെ ബലിയും സ്വീകരിക്കുകയില്ലേ എന്ന ചോദ്യം. അത്രേ ഉള്ളൂ ബൈബിൾ ചോദിക്കണം. അല്ലാതെ അത് വഴുതനങ്ങായ വെണ്ടക്കായ ചെയ്യുന്നതാണെന്നാ പഴുത്തതാണെന്ന് ഒന്നും ബൈബിളേ ഇല്ല. ബൈബിൾ ചോദിക്കണേ ഇതാണ്, ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ എന്നാ അതായത് 4:7 ഉചിതമായി ചെയ്താൽ നിന്റെ ബലിയും സ്വീകരിക്കുകയില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് പ്രയർ റിജക്ഷൻ വന്നത്? പ്രാർത്ഥന റിജക്റ്റായത് ആ പ്രാർത്ഥന ഉചിതമാകാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഔചിത്യമില്ലാത്ത പ്രാർത്ഥന, ഉചിതമാകാത്ത പ്രാർത്ഥന. അപ്പം നമ്മളാണ് പിന്നീട് ദുർവ്യാഖ്യാനം നടത്തി അവൻ കൊടുത്തിരുന്നത് വെണ്ടക്കായാണ്, ഇനി വെണ്ടക്കാവും സ്വർണ്ണത്തിൽ കൊടുത്തത് ഏതെന്നെ എപ്പോഴും തിന്നാനാ? ഒരു കഥയില്ല. ഇനിയിപ്പോൾ കായൻ സ്വർണത്തിൻ്റെ വെണ്ടക്ക കൊടുത്തു വിചാരിച്ചു, അല്ലെങ്കിൽ വഴുതനങ്ങ കൊടുത്തു. ദൈവത്തിന് എന്തിനാ മറ്റു പേക്കളെ? ബൈബിൾ അതാണ് വളരെ ഡീസൻ്റായിട്ട് സംസാരിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥന ഉചിതമല്ല എന്ന് പറയും. ദൈവത്തിന് ഇതൊക്കെ വേണ്ടിയിട്ടൊന്നല്ലേ? പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവാണ് പറയണത്, കയൻ്റെ മുഖം പാടാനൊരു കാരണമുണ്ട്, കയൻ്റെ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യാൻ കാരണമുണ്ട്. എന്താ പറയണത്? അവർ വിശ്വാസമില്ലെന്ന്. അതാണ് ഹെബ്രായ ലേഖനം പറയണത്. അത് മനോഹരമായിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ മാത്രമാണ് കയറി അടിക്കണം ഈ സാധനത്തിന്. വേറെ ആരും തൊടണില്ല ബൈബിളെ കയൻ എന്താ സംഭവിച്ചെന്നുള്ളത്. നമ്മൾ 14:4 വരുമ്പോഴേ അതാണ് വിശ്വാസം മൂലം ആബേൽ. ഹെബ്രായർ 11:4 വിശ്വാസം മൂലം ആബേൽ കയൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. ദാറ്റ് ഇസ് ദ ഫെയ്ത്ത്. അതാണ് പ്രശ്നം. അല്ലാതെ ചിന്ത ഉണ്ടാക്കാൻ മതിയാക്കാൻ കൊടുത്ത് വലിയ പ്രശ്നം. കായന് വിശ്വാസമില്ല, അതാണ് പ്രശ്നം. അതാണ് ഹെബ്രായർ 11:4 പറയണത്. ആബേലിന് വിശ്വാസം. ഇതാണ് റിജക്ഷൻ ഓഫ് പ്രയർ സംഭവിക്കുന്നത്. എന്താണ്? വിശ്വാസത്തിലാണ്. ഇപ്പൊ അമ്മയുടെ ഈശോ പറയും 2:3 യോഹന്നാൻ 2:3, 2:4, 2:5 എന്താ പറയുന്നത്? എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ വേണ്ട, ഈശോ ഇഷ്ടപോലെ ചെയ്യാൻ പറഞ്ഞില്ല. ഒരു ഒത്തുതീർപ്പിനെ കോംപ്രമൈസ് അല്ല പ്രയർ എന്ന് പറയുന്നത്. പ്രയർ ഈശോയിലുള്ള വിശ്വാസമാണ്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയും, അവൻ പറയണ പോലെ ചെയ്യാൻ. 2:5 വരുമ്പോൾ പറയും അവൻ്റെ വാക്ക് പോലെ ചെയ്യാൻ, ജീവിക്കാൻ പറയും, വചനത്തെ വിശ്വസിക്കാൻ പറയും. അവൻ്റെ വചനം വിശ്വാസം എന്നത് അവൻ്റെ വചനത്തിലുള്ള വിശ്വാസമാണ്. അതിന് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വചനത്തിൽ വിശ്വസിച്ച്, വചനത്തെ സ്നേഹിച്ച്, വചനത്തെ പ്രത്യാശിച്ച് നമ്മൾ അതിനെ അതിജീവിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ മുന്നേറുന്ന വിശ്വാസത്താൽ എല്ലാം ചെയ്തിടുന്ന വിശ്വാസത്താൽ മുന്നേറുന്ന വിശ്വാസത്താൽ എല്ലാം ചെയ്തിടുന്ന ഒന്നും അസാധ്യമായി എൻ്റെ മുന്നിൽ ജയിക്കുന്നുണ്ട്. ഒന്നും അസാധ്യമായി എൻ്റെ മുന്നിൽ ജയിക്കുന്നുണ്ട്. ഞാനിപ്പം നിങ്ങളുടെ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനിപ്പം നിങ്ങളുടെ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയാണ് ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയാണ് ഞാൻ. ബ്ലെയിംലെസ് പ്രയർ എന്നുവെച്ചാൽ നിന്റെ പ്രാർത്ഥന കയൻ്റെ പ്രാർത്ഥന പോലെ ഊനം ഉണ്ടാവരുത്. അതായത് അതിന് ന്യൂനത ഉണ്ടാവരുത്. ഇപ്പോൾ നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോഴും
ബലി റിജക്റ്റ് ആകണത് കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലേവ്യർ 22:10 കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ആ കാഴ്ചകൾ ന്യൂനത ഉള്ളത് ആയിരിക്കരുത്. അതാ പ്രശ്നം. നമ്മൾ സംസാരിക്കുന്നത് ന്യൂനത, അതായത് ഇല്ലാത്തത്, ഊനമറ്റത്. എന്താണത്? ബ്ലെയിംലെസ് പ്രെയർ. കായന്റെ ബലി ബ്ലെയിംലെസ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് റിജക്റ്റായി. കായൻ്റെത് ബ്ലെയിംലെസ് ആകാൻ കാരണം എന്താ? ബ്ലെയിം ആകാൻ കാരണം എന്താണ്? കുറ്റം ഉണ്ടാകാൻ കാരണം എന്താണ്? ഹെബ്രായർ 11:4 അവന് വിശ്വാസമില്ലായിരുന്നു. അതുതന്നെയാണ് ഹെബ്രായർ ലേവ്യ 22 പറയണത്. എന്താണ്? കർത്താവിന് കാഴ്ച അർപ്പിക്കുക. 22:10 കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ആ കാഴ്ച, ആ പ്രാർത്ഥന ആയിരിക്കണം. ഒരു പ്രാർത്ഥനയ്ക്കുള്ള കുറ്റം എന്താണ്? കുറ്റം കുറവും കൂടുതലും എന്താണ്? അതാണ് വിശ്വാസം. വിശ്വാസം ഇല്ലാത്ത പ്രാർത്ഥന കുറ്റമറ്റ പ്രാർത്ഥനയല്ല, കുറ്റമുള്ള പ്രാർത്ഥനയാണ്. അതായത് വിശ്വാസമില്ലാത്ത പ്രാർത്ഥന കുറ്റമുള്ള പ്രാർത്ഥനയാണ്. ബ്ലെയിംലെസ് പ്രെയർ അല്ല. ബ്ലെയിംലെസ് പ്രെയർ എന്ന് പറയുന്നത് ഫുൾ ഫെയ്ത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്ത് വിഷയത്തിനായാലും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ സമാധാനം ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞൊരു കുടുംബ കലഹമാണ്, അയൽവാസികൾ തമ്മിലുള്ള കലഹമാണെന്ന് തന്നെ വിചാരിക്കുക, കേസിലാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെ തല ഇടിവീഴ്ത്തിയാലും അവർ വണ്ടിടിച്ചാകാനുമാണ്. ദാറ്റ് ഇസ് നോട്ട്. അപ്പം തന്നെ പ്രാർത്ഥന ബ്ലെയിംലെസ് അല്ല, കുറ്റമുള്ള പ്രാർത്ഥന, ഊനമുള്ള പ്രാർത്ഥനയായി. പക്ഷെ എന്താ ചെയ്യുന്നത്? അവരുമായിട്ട് സമരസപ്പെട്ട് സ്നേഹത്തിൽപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണീരിടണം. അപ്പം ദൈവമാണ് തീരുമാനിക്കേണ്ടത്. അവരുമായിട്ട് സ്നേഹത്തിൽ പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം, നിങ്ങൾ അവിടെ നിന്ന് മാറ്റണം, അവരവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? നമ്മുടെ തീരുമാനമല്ലത്, ദൈവ തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് തിന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലെയിമാകും. ബ്ലെയിംലെസ് പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവും വിശുദ്ധിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന നമ്മുടെ വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണത്. ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ്. വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് എൻ ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, വിശ്വാസം ടെക്നിക്കലല്ല. ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തോട് അഡ്ഹെയർ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദിവ്യ പുനഃക്രമീകരണത്തെ വിശ്വാസം എന്ന് വെളിപ്പെടുത്തുന്ന ധ്യാനത്തിന് ഓർത്ത് നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. അതാണ് യാക്കോബ് 5:15 പറയണത്. യാക്കോബ് 5:15 ഇത് പറഞ്ഞ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. അപ്പൊ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് എന്നാ പ്രശ്നം? നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, ബിസിനസ് തകർച്ചയാകാം, മനസ്സിടിവാകാം. പക്ഷെ നിന്റെ വിശ്വാസ നിലവാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ നീ എഴുന്നേൽക്കും. അതാണ് കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കുമെന്നാണ് യാക്കോബ് 5:15 പറഞ്ഞത്. 5:15 പറഞ്ഞത് കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും. പിന്നെ എന്താ? വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞ് ശരിയാണ്. ഓപ്ഷൻ ഫെയ്ത്ത് ഈസ് എൻ ഓപ്ഷൻ ഫോർ ദി ഹോളിനെസ്. അതാണ് യാക്കോബും പറയണത്. ഞാൻ യാക്കോബിൽ നിന്ന് പഠിച്ചതല്ല, ഇപ്പം എന്നോട് പരിശുദ്ധാത്മാവിലേക്ക് വന്ന നിറവിൽ ഞാൻ പറഞ്ഞതാണത്. ഫെയ്ത്ത് ഈസ് എൻ ഓപ്ഷൻ ഫോർ ദി ഹോളിനെസ്. അതന്നെ യാക്കോബ് പറയണത് 5:15. എന്താണ്? വിശ്വാസത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങളെ കർത്താവ് മോചിക്കുമെന്ന്. ഭയങ്കര വചനമല്ലേ അത്? ഇപ്പം എന്തെങ്കിലും ഒരു പാപത്തിലാണ് നീയെങ്കിൽ ഒരു കുമ്പസാരിക്കാൻ ഇടം കിട്ടണവരെ
നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നീ കർത്താവിനോട് കണ്ണീരിട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസത്തോട് തന്നെ നിന്റെ കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് 5:15 അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തോടെയാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം എവിടെയാണുള്ളത് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും നമ്മളുടെ ഗൂഗിൾ മീറ്റിലൂടെ ഇപ്പോഴും ആൾക്കാർ ഇവിടെ അനുഗ്രഹത്തിന് ലോക്ക്ഡൗൺ ഒന്നുമില്ല, ആശ്വാസത്തിന് ലോക്ക്ഡൗൺ ഒന്നുമില്ല. അപ്പം മാതാവ് എന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുക. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവേ ഈ നിമിഷത്തിനായി ആരാധിക്കുമ്പോൾ എന്റെ വിശ്വാസ നിലവാരത്തെ വർദ്ധിപ്പിക്കണമേ. സർവാംഗമുള്ള രോഗങ്ങളെ അങ്ങ് കുരിശിൽ വെച്ച് എന്റെ പാപങ്ങൾ ഏറ്റെടുത്തതുപോലെ നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചതെന്ന് ഐശയ്യായ്ക്ക് കൊടുത്ത ദർശനം പോലെ എന്നെ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗിയായ എന്നോട് തോന്നണമേ. എന്റെ മക്കളെ, നിങ്ങളുടെ വിശുദ്ധമായ നിങ്ങളുടെ വലത് കരങ്ങള് രോഗമുള്ള ഇടത്തെല്ലാം വെക്കുക. കർത്താവ് നിന്നെ അടിപ്പണം പോലെ സൗഖ്യപ്പെടുത്തും. രോഗമുള്ള ഇടത്ത് നിന്റെ ഹൃദയത്തിനാണ് ബുദ്ധിമുട്ടെങ്കിൽ നിന്റെ ഹൃദയത്തെ കൈവെക്കുക. നിന്റെ ശിരസ്സിലും കണ്ണിലും കാതിലും ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വെറുതെ അഭ്യാസം കാണിക്കരുത്. ഞാൻ കർത്താവ് ഇവിടെയും അവിടെയും എല്ലാം ഒരുപോലെയാണെന്ന് ഓർക്കണം. ഞാൻ കൃപാസന ആൾക്കാരുടെ വാതിക്കല്ല നിൽക്കുന്നത്. ഞാൻ 10,000 കിലോമീറ്റർ അകലെ വേറെ ഒരു അന്തർദേശീയ സംസ്ഥാനത്താണ് നിൽക്കണമെന്ന് വിചാരിക്കേണ്ട. നീ കർത്താവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഇപ്പോൾ കൊറോണയിൽ താമസിക്കുന്ന നീ ആയിരിക്കും. ഇപ്പോൾ കോവിഡ് ബാധിച്ച നീ ആശുപത്രി കിടക്കിയിരിക്കും. ജസ്റ്റ് നിന്റെ നെഞ്ചത്ത് കൈവച്ചാൽ മതി. എന്നിട്ടൊരു വിശ്വാസ പ്രമാണം ചെയ്യണം അറിയാമെങ്കിൽ. ഇല്ലെങ്കിൽ എൻ്റെ ഈശോയെ എൻ്റെ രക്ഷകാലം വിളിച്ചാൽ മതി. സർവാംഗം നീര് കാണുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഇടുപ്പ് തൊട്ട് താഴേക്ക് ഇങ്ങനെ ഈ തുടയൊക്കെ ഇങ്ങനെ നീര് വെച്ച് കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നീരുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, മക്കളെ. അതുപോലെ തന്നെ ഉദരവേദന ഉള്ളവർ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരവേദന എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഉദരം പോയാൽ എല്ലാം പോയി. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ഗ്യാസും കയറി, എരിച്ചില്, പുകച്ചില്, വയറിൽ പൊള്ളല്, ഫിസ്റ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അതുപോലെ അരിസസ് രോഗങ്ങൾ, ഇങ്ങനെ കുറേ ഉദര രോഗങ്ങളില്ലേ. കുടലിലെ കുരുക്കൾ, അരിസസ് രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും, PCOD രോഗങ്ങൾ. നിങ്ങൾക്ക് കുറേ മരുന്ന് കഴിച്ച് മടുത്തെന്ന് വിചാരിച്ചോ? ദൈവത്തിൽ നീ മടുത്തില്ലെങ്കിൽ കർത്താവ് തന്നെ ഇപ്പോൾ സുഖപ്പെടുത്തും. മരുന്നൊക്കെ മടുക്കും, ലോകത്തിലെല്ലാം മടുക്കും. ലോകത്തിലെല്ലാം മടുക്കും നമ്മൾ. അതിനകത്ത് ഒരു കഥയില്ല. ലോകത്തിൽ മടുക്കാത്ത ഒരു സാധനം പോലും ലോകത്തില്ല. വ്യക്തികളുമില്ല, ബന്ധങ്ങളുമില്ല, ഒന്നുമില്ല. എല്ലാം മടുക്കണതാണ്. കർത്താവ് ഒരു ചേച്ചിയോട് കൂടി അത് പറഞ്ഞു, നിനക്കിതെല്ലാം മടുക്കണ്ട, അവസാനം ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ മടുക്കാണ്ടിരിക്കത്തുള്ളൂ. അത് മടുപ്പ് നല്ലതാണ്. കാര്യം മടുപ്പ് വന്നാൽ, നമുക്കൊരു ദാഹം വന്നാൽ അതിൻ്റെ അർത്ഥം വെള്ളം ഉണ്ടെന്നാണ്. മടുപ്പ് വന്നാൽ മടുപ്പിന് പരിഹാരം ദൈവം ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അതാണ് സംഭവം. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നടുവേനോട് കൈവെക്കുക. എന്നിട്ട് ദൈവത്തെ നടുവേനോട് നടുവേ കൈവെക്കുക. കസേരയ്ക്ക് അകന്നിരിക്കുന്നവർക്കില്ലേ, ഇല്ലേ, കിടക്കാൻ പറ്റാത്തവർ, നികർന്ന് കിടക്കാൻ പറ്റുന്നില്ല, ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. അത് വലിയ സമ്പ്രദായമായ അവസ്ഥയാണ്. ഉറക്കം വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മരുങ്ങിന് കിടക്കണം. പക്ഷെ കിടക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നീ മുറിവാകാം, ചിലപ്പോൾ നിനക്ക് ശരീരത്തിൽ എന്തെങ്കിലും കെട്ടി വെച്ചിരിക്കുകയായിരിക്കാം. കർത്താവ് ഇതൊന്ന് അഴിച്ചു മാറ്റി ഒന്ന് സമാധാനം ഉറങ്ങിയാലെങ്കിലും മതിയെന്ന് നീ കരഞ്ഞ് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു ആവശ്യം. ഒന്നും വിഷമിക്കേണ്ട. അത് ഞാനതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തും. ഉദരത്തെ കൈവെക്കാൻ പിന്നെയും കർത്താവ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ കാണിക്കുന്ന വശത്ത് പള്ള, അതായത് ഇത് ഇടതുവശം അവിടെ എന്തോ കുഴപ്പമുള്ളവരുണ്ട്. ചിലപ്പോൾ പഴുത്തിരിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ഓപ്പറേഷൻ ഉണ്ടാകും, ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാം, ചിലപ്പോൾ അവിടുത്തെ ട്യൂബിന് കുഴപ്പമുണ്ടാകാം, അത് അണ്ടവാഹിനി കുഴപ്പമുണ്ടാകാം. അവിടെ എന്തായാലും ഇടതുവശത്ത് കർത്താവ് സ്പർശിക്കുന്ന ഇടവശമുണ്ട്. അപ്പം നീ സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ടോൺസിൽ രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികളെല്ലാം കഴുത്തിനും പിൻകഴുത്തിനും ഒക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ചെവി വേദനക്കാരെല്ലാം, ചെവിയോട് പല മുടി കൊഴിയണ ആൾക്കാരുണ്ട്. കുറേ പേര് ഈ ദിവസങ്ങളിൽ കർത്താവ് സുഖപ്പെട്ടതായിട്ട് സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് പലരും കവിച്ച് പല സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പലരും കവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ ഇനി ഇപ്പോൾ സർവാംഗം പൊള്ളലുണ്ടാവും. ചിലപ്പോഴേ ഇങ്ങനെ കുരുക്കള്, ചിരങ്ങ്, ചുണങ്ങ്,
സോറിയാസിസ്, സർപ്പരോഗങ്ങൾ, എപ്പോഴും കാലുകളിൽ ഇങ്ങനെ തൊലി ഊത്തലുള്ളവർ, തൊലി പൊളിയുന്നവർ, അതിൻ്റെ വലിയ ഊത്തലെടുക്കുന്നവർ, പനി വിട്ടുമാറാത്തവർ, എന്താണ് അസുഖം എന്നൊരു പിടിയില്ല, ഇടയ്ക്കൊക്കെ പനി വന്നിട്ട് വിട്ടുമാറാതിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ മക്കളും ഇങ്ങനെ അച്ഛൻ കാണിക്കുന്ന പോലെ ഹോൾ ബോഡി സബ്മിഷൻ ചെയ്താൽ മതി. ഇങ്ങനെ കൈ ഇങ്ങനെ, കർത്താവേ എൻ്റെ ഉള്ളംകാലം മുതൽ എന്ന് പറഞ്ഞു മക്കളെ, കർത്താവേ എൻ്റെ ഉള്ളംകാലം മുതൽ ഉച്ച വരെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയില് അൾത്താറയില് ശിവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയില് എൻ്റെ ഫുൾ ബോഡി, ശരീരം അങ്ങേക്ക് സ്പർശിക്കാൻ, സൗഖ്യപ്പെടുത്താൻ സമർപ്പിക്കുന്ന രോഗികളെ, കിഡ്നി രോഗികളെ, കരു രോഗികളെ, ഹൃദയ രോഗികളെ, 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 കണ്ണുള്ളവരെ, രോഗികളെ സ്പർശിക്കണമേ, കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ 35 വർഷത്തെ പൗരോഹിത്യത്തെ അത് മഹത്വപ്പെടുത്തണമേ, വിശുദ്ധ കുർബാനയെ അങ്ങ് ഓർക്കണമേ, അതൊക്കെ വേണ്ടി സാക്ഷ്യം വഹിച്ച വിശുദ്ധ ശിശുക്കളെ ഓർക്കണമേ. എന്റെ കർത്താവ് വിപുലമായ നാമത്തിൽ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ അമ്മയുടെ നാമത്തിൽ